ദേവേന്ദുവിന്റെ കൊലപാതകത്തിലെ ദുരൂഹതയുടെ ചുരുൾ അഴിയുന്നില്ല. ബാലരാമപുരത്തെ 2.5 വയസ്സുകാരുടെ കൊലപാതകത്തിൽ അമ്മയ്ക്ക് നേരിട്ട് പങ്കില്ലെന്ന വിലയിരുത്തലിൽ അന്വേഷണ സംഘം. ശ്രീധുവിനോടുള്ള വിരോധം കുഞ്ഞിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചെന്നുമാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ജോത്സ്യം പ്രദീപിന് പണം നൽകിയെന്ന മൊഴി ഇന്നലത്തെ ചോദ്യം ചെയ്യലും ശ്രീധു ആവർത്തിച്ചു. കൂടുതൽ വ്യക്തതയ്ക്കായി പോലീസ് ഇരുവരുടെയും മൊബൈൽ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. ആവർത്തിച്ചുള്ള ചോദ്യം ചെയ്യലിലും കൊലപാതകത്തിൽ പങ്കില്ലെന്ന മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് ശ്രീധു. പല ഘട്ടങ്ങളിലായി ജോത്സ്യൻ പ്രദീപിന് പണം നൽകി. നേരിട്ടാണ് പണം നൽകിയതെന്നും ശ്രീധു മൊഴി നൽകി. വിശദ പരിശോധനയ്ക്ക് പ്രദീപിനെ ഇന്നും ബാലരാമപുരം സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. തന്നെ കൊലപാതകവുമായി കൂട്ടിക്കെട്ടാൻ ബോധപൂർവമായ ശ്രമം നടന്നുവെന്ന് പ്രദീപ്. ജ്യോതിഷം, പൂജ, മന്ത്രവാദം എന്നിവയായി കൂട്ടിക്കെട്ടാൻ വേണ്ടി ചില ആളുകളെ ബോധപൂർവം ശ്രമിച്ചു. അയാളുടെ സ്വഭാവത്തിൽ ഒരു നിർബന്ധ ബുദ്ധിയും മാനസികമായ ചില വൈകല്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവരുടെ അമ്മയെ അച്ഛനെയും വിളിച്ച് അയാളെ അങ്ങോട്ട് കൂടെ വിടുകയാണ് ചെയ്തത്. നെയ്യാറ്റിൻകര സബ് ജയിലിൽ കഴിയുന്ന പ്രതി ഹരികുമാറിനായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ തെളിവെടുപ്പ് നടത്തും. 4 ടീമുകളായി തിരിഞ്ഞാണ് നിലവിൽ അന്വേഷണം. കൊലപാതകം നടന്ന വീട്ടിൽ ഇന്ന് വീണ്ടും പോലീസെത്തി പരിശോധന നടത്തി. 24 തിരുവനന്തപുരം.